ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തേർഡിനും ഫോർത്തിനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് കേട്ടോ. നമ്മുടെ SCERT നിന്നും ഒക്കെ എടുത്തിട്ടുള്ള നമ്മൾ ചോദ്യങ്ങൾ വന്ന ഭാഗവും ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ നടപ്പിലാക്കിയ വ്യവസ്ഥ ഏതാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വ്യവസ്ഥ എന്ത് പേരിലാണ്? കാർട്ടസ് വ്യവസ്ഥ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? 1741. 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേരളത്തിൽ എത്തിച്ചേർന്ന ഇംഗ്ലീഷുകാരുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? കീലിംഗ് ആണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേരളത്തിൽ എത്തിച്ചേർന്ന ഇംഗ്ലീഷുകാരുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? കീലിംഗ് ആണ്. നമ്മുടെ SCERT നമ്മുടെ +2 ഹിസ്റ്ററി ബുക്കാണ് കേട്ടോ. കുഞ്ഞാലി മരക്കാർ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു മരക്കാർമാർ. അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല, അതായത് ഒളിപ്പോരുകൾ, യുദ്ധമുറകളാണ് സ്വീകരിച്ചത്. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാരായിരുന്നു ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ ആരായിരുന്നു? കുഞ്ഞാലി 4-മൻ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1600-ൽ ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പം പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ യഥാർത്ഥ വീരൻ ആരായിരുന്നു? കുഞ്ഞാലി 4-മൻ ആയിരുന്നു കേട്ടോ. കുഞ്ഞാലി 4-മൻ. എന്താണ് ആറ്റിങ്ങൽ കലാപം? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് എന്തെന്ന് പറയുന്നത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് അല്ലേ? ക്വസ്റ്റ്യനേ അതാണ് അല്ലേ. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ഡികശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും 5 തെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. കൂടാതെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ 1721 ഏപ്രിൽ 15-ന് 140 സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പ്രദേശവാസികൾ ഇതിനെതിരെ തിരിയുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1721 ഏപ്രിൽ 15 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. തൊട്ടു താഴെ പറയുന്നുണ്ട് കുളച്ചൽ യുദ്ധം. നോക്കാം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്ന് പീരങ്കിപ്പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10-ന് കുളച്ചലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി. ക്യാപ്റ്റൻ ഡിലനോയി ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു. ഡിലനോയി പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറി. ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ മുന്നേ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുളച്ചൽ യുദ്ധം വർഷം എന്നാണ്? 1741 ഓഗസ്റ്റ് 10. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ, മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡിലനോയി ആണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. കേരളത്തിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന പേരിൽ ഒരു വാർഷിക ബജറ്റിന് രൂപം നൽകിയതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന പേരിൽ ഒരു വാർഷിക ബജറ്റിന് രൂപം നൽകിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മലബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് അധീനതയിലായ ഉടമ്പടി ഏതാണ്? അത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് കേട്ടോ. മലബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് കീഴിലായ ഉടമ്പടി ഏതാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. ആ സമയത്തെ വിദ്യാഭ്യാസ രംഗത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായ ബെഞ്ചമിൻ ബെയ്ലി 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആരാണ് പ്രസിദ്ധീകരിക്കുന്നത്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. വർഷം ഏതാണ്? 1846. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ
വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഹെർമൻ ഗുണ്ടട്ടാണ്. അദ്ദേഹം ഏത് മിഷനിലെ അംഗമായിരുന്നു? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായിരുന്നു. 1847 അദ്ദേഹം രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാളം വർത്തമാന പത്രങ്ങളാണ് ആരംഭിച്ചത്. ആരാണ് ആരംഭിച്ചത്? ഹെർമൻ ഗുണ്ടട്ടിൻ്റെ 2 പത്രങ്ങളാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും. വർഷം കൂടെ ഓർത്തിരിക്കുക, 1847 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നീട് മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങി നിരവധി പത്രങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഇതെല്ലാം മലയാള ഭാഷയുടെ പൊതുനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. അതവിടെ വിടാം. കേരള സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ പിന്നിലെ സുപ്രധാന ചാലകശക്തി വിദ്യാഭ്യാസമായിരുന്നു. വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ മിഷണറിമാർ സുപ്രധാന പങ്ക് വഹിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി എന്നിവ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ തിരുവിതാംകൂറിൽ ഏതൊക്കെയായിരുന്നു പ്രവർത്തനം ആരംഭിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയും ആയിരുന്നു. ലണ്ടൻ മിഷനിലെ അംഗങ്ങളിൽ ഒരാളായ റെവറൻഡ് മീഡ് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചർച്ച് മിഷൻ 1813 കോട്ടയത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചർച്ച് മിഷൻ 1813 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. അപ്പോൾ കോട്ടയത്ത് ആദ്യമായിട്ട് കോളേജും സെമിനാരിയും സ്ഥാപിക്കുന്നത് ആരാണ്? ചർച്ച് മിഷനാണ്. 1813 അവർ ഒരു വ്യാകരണ വിദ്യാലയവും സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൺപള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. അപ്പോൾ ഒരു വ്യാകരണ വിദ്യാലയവും കൂടാതെ സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പെൺപള്ളിക്കൂടവും ചർച്ച് മിഷൻ അവിടെ സ്ഥാപിച്ചു. കൊച്ചി മേഖലയിലെ ആദ്യത്തെ വിദ്യാലയം 1818 മട്ടാഞ്ചേരിയിൽ സ്ഥാപിച്ചത് ഇംഗ്ലീഷ് മിഷണറിയായ ഡാവ്സൺ ആയിരുന്നു. ഓർത്തിരിക്കണേ, കൊച്ചി മേഖലയിലെ ആദ്യത്തെ വിദ്യാലയം എന്നാണ് രൂപീകൃതമായത്? 1818. അതാരാണ് സ്ഥാപിച്ചത്? ഇംഗ്ലീഷ് മിഷണറി ആയിട്ടുള്ള ഡാവ്സൺ ആയിരുന്നു. ഡാവ്സൺ. ഇതേ സമയം തന്നെ സാൽവേഷൻ ആർമി വിഭാഗത്തിലെ സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൾ ടാബ് നാഗർകോവിലടക്കമുള്ള തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഈ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. ട്വിങ്കിൾ ടാബ് അദ്ദേഹം സ്പാനിഷ് മിഷണറി ആയിരുന്നു. അവരെന്ത് ചെയ്തു? നാഗർകോവിൽ അടക്കമുള്ള നമ്മുടെ തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലൊക്കെ എന്താണ് സ്ഥാപിച്ചത്? ഇംഗ്ലീഷ് വിദ്യാലയങ്ങളാണ് സ്ഥാപിച്ചത്. മലബാറിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനായിരുന്നു. അപ്പം മലബാറിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. 1841 മിഷണറിയായ ഹബീക്ക് കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഒരു ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചു. അപ്പോൾ കണ്ണൂരിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ഏതാണ്? 1841 ഹബീക്ക് സ്ഥാപിച്ച ബർണശ്ശേരിയിൽ സ്ഥാപിച്ചൊരു ഇംഗ്ലീഷ് വിദ്യാലയമാണ്. ബേസൽ മിഷൻ 1848 കോഴിക്കോടിനടുത്ത് കല്ലായയിലും 1856 തലശ്ശേരിയിലും പ്രാഥമിക ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ആദ്യം കണ്ണൂരിലെ ബർണശ്ശേരിയിൽ എന്ത് ചെയ്തു? ഒരു വിദ്യാലയം സ്ഥാപിച്ചു. പിന്നീട് എന്ത് ചെയ്തു? കോഴിക്കോട് 1848 കോഴിക്കോടും കൂടാതെ തലശ്ശേരിയിൽ 1856 തലശ്ശേരിയിലും എന്ത് ചെയ്തു? പ്രാഥമിക ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന മാതൃക വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കാൻ തദ്ദേശീയ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 1817 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിബായി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ത് ചെയ്തു? രീതിക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതിബായിയാണ്. 1817 കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കതിലെ പഴശ്ശി വിപ്ലവം കൂടെ നോക്കിയിട്ട് പോവാവേ. ഞാൻ വായിക്കാൻ, നിങ്ങൾ കേട്ടിരിക്കുക കേട്ടോ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതായിരുന്നു പഴശ്ശി കലാപം. ഈ കലാപത്തിൻ്റെ വീരപുരുഷനാരായിരുന്നു? കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു. പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. എപ്പോഴാണ്? 1793 മുതൽ 1797 വരെയാണ് പഴശ്ശി സമരത്തിൻ്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത്.
ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം കലാപത്തിന്റെ പ്രാഥമിക കാരണം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നാം കലാപത്തിന്റെ പ്രാഥമിക കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായപ്പോൾ നികുതി പിരിക്കാനുള്ള അധികാരം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി. അവരുടെ നികുതി നിർണയവും പിരിവും നിഷ്ഠൂരമായിരുന്നു. ഇതിനു പുറമെ പഴശ്ശിയുടെ എതിർപ്പിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ടിപ്പു സുൽത്താനെ എതിർത്തിരുന്ന കമ്പനിയുടെ ശക്തനായ പിന്തുണക്കാരനായിരുന്നു ആദ്യകാലങ്ങളിൽ അദ്ദേഹം. പക്ഷേ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. നായർ സമുദായങ്ങൾ, മാപ്പിളമാർ, ഗോത്രജനത എന്നിവരടങ്ങിയ പഴശ്ശിയുടെ പട്ടാളം കമ്പനി സൈന്യത്തെ ശക്തമായിട്ട് എതിർത്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ എന്താണ്? കോട്ടയത്തെ നികുതി പിരിക്കാൻ പഴശ്ശിരാജയ്ക്ക് അനുവാദം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം എന്ത് ചെയ്തു? അത് കൊടുത്തില്ല. അപ്പം അതാണ് പറയുന്നത്. അത് ആർക്കാണ് കൊടുത്തത്? നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറുമ്പ്രനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു അത് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു? നായർ സമുദായങ്ങളും മാപ്പിളമാരും ഗോത്രജനതക്കാരും ഒക്കെ എന്ത് ചെയ്തു? പട്ടാളം കമ്പനിയുടെ സൈന്യത്തെ ശക്തമായിട്ട് എതിർക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്നും പുറത്താക്കാനായി പഴശ്ശി എന്ത് ചെയ്തു? മൈസൂരിൻ്റെ സഹായം തേടി. അവസാനം ബ്രിട്ടീഷ് സൈന്യം വയനാട്ടിൽ നിന്ന് പിന്മാറുകയും 1897 പഴശ്ശിയുമായി അനുരഞ്ജനത്തിലാവുകയും ചെയ്തു. 1800 പഴശ്ശി വിപ്ലവത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നത്. 1800 മുതൽ 1805 വരെയാണ് കേട്ടോ. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ ഘട്ടമെന്ന് പറയുന്നത്. കലാപകാരികളെ വയനാട്ടിൽ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം കേണൽ വെല്ലസി നടത്തി. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ കുറിച്യരും കുറുമ്പരുമായിരുന്നു വലിയൊരു വിഭാഗം. അപ്പോൾ പഴശ്ശിരാജയോടൊപ്പം ആ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത ഗോത്രവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? കുറിച്യരും കുറുമ്പരുമായിരുന്നു കേട്ടോ. കുറിച്യരും കുറുമ്പരുമായിരുന്നേ. തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവേ ബേബർ പുൽപ്പള്ളിയിൽ കോൽക്കാർ എന്ന തദ്ദേശീയ സൈന്യത്തെ അണിനിരത്തി രാജയ്ക്കെതിരെ പടനയിച്ചു. അപ്പം നമ്മുടെ തോമസ് ഹാർവേ ബേബർ പഴശ്ശിരാജയ്ക്കെതിരെയായിട്ട് ഒരു സൈന്യത്തെ ഇറക്കി. കോൽക്കാർ എന്നാണ് ആ സൈന്യത്തിൻ്റെ പേര്, കോൽക്കാർ. അങ്ങനെ 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ്? മാവിലാന്തോടാണ് കേട്ടോ. മാവിലാന്തോടാണ്. 1805 നവംബർ 30 പഴശ്ശിരാജ എന്ത് ചെയ്യുന്നത്? വീരമൃത്യു വരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ അതിൻ്റെ കുറിച്യ കലാപമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടെ നോക്കാം. ആ ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ മാർക്ക് കിട്ടട്ടെ അല്ലേ? ക്വസ്റ്റ്യൻ വരട്ടെ. ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യട്ടെ? മാർക്ക് കിട്ടട്ടെ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പഴശ്ശി കലാപത്തിൽ അവർ പങ്കെടുത്തതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ ഭൂമി പിടിച്ചെടുത്തത്. കൂടാതെ അവർ പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തിയിരുന്ന വെട്ടിച്ചൂട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ബ്രിട്ടീഷുകാർ അവരോട് സാധനത്തിന് പകരം പണം നികുതിയായിട്ട് അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെതിരായിട്ടാണ് എന്ത് നടന്നത്? 1812 കുറിച്യ കലാപം നടന്നത്. 1812 മാർച്ചിലാണ് കലാപം ആരംഭിക്കുന്നത്. കലാപകാരികളുടെ നേതാവാരായിരുന്നു? രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു. ചോദിച്ചിട്ടുള്ളതാണ്. 1812 മെയ് 1 ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചു. 1812 മെയ് മാസത്തോടെ ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തി. അപ്പോൾ 1812 നടന്ന കുറിച്യർ കലാപത്തിൻ്റെ നേതാവാരാണ്? രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ട അക്രമസക്തമായ കലാപങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് 19-ാം നൂറ്റാണ്ടിലെ മലബാർ സാക്ഷ്യം വഹിച്ചു. ഇത്തരം 50-ലധികം കലാപങ്ങൾ ദക്ഷിണ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ വില്യം ലോഗൻ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമെന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. അവസാനം ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ നയത്തിൻ്റെയും പരിഷ്കരണ നടപടികളുടെയും ഫലമായി കലാപങ്ങൾ അവസാനിച്ചു. ഇത്തരം മാപ്പിള കലാപങ്ങളുടെ മൂർധന്യത്തിലായിരുന്നു 1921 മലബാർ കലാപം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടുത്തെ
നവോത്ഥാന പരിഷ്കർത്താക്കളെ നോക്കാവേ. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജമാണ്. പ്രസിദ്ധീകരണങ്ങൾ അഖിലത്തിരുട്ട്, അരുനൂൾ എന്നിവയാണ് കേട്ടോ. അഖിലത്തിരുട്ട്, അരുൾ നൂൽ എന്നിവ ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? അയ്യാവഴി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരാണ് ആരംഭിച്ചത്? ശ്രീനാരായണ ഗുരുവാണ്. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി. ഇത്രയും ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇമ്പോർട്ടൻ്റ് കോട്ടാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. യാഥാസ്ഥിക ജനവിഭാഗത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം 1888 എന്ത് ചെയ്തു? അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അപ്പോൾ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തുന്നത് എന്നാണ്? 1888. ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. അദ്ദേഹം ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകി. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തകാധിപത്യത്തെ അദ്ദേഹം എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു. സാധുജന പരിപാലന യോഗം ആരുടെയാണ്? അയ്യങ്കാളിയുടെയാണ് അല്ലേ? സാധുജന പരിപാലന യോഗം ആരാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളി. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതും ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പിക്കാനും വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം നിലകൊണ്ടു. ജാതി വ്യവസ്ഥയെ എതിർത്തു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനു വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു. കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിലാളി സമരം സംഘടിപ്പിക്കുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി കല്ലുമാല സമരം സംഘടിപ്പിച്ചതും ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ സാധുജന പരിപാലന യോഗം ആരുടെയാണ്? അയ്യങ്കാളി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ അത് ആരുടെ പ്രസ്ഥാനമാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? സ്വദേശാഭിമാനിയാണ്. അതിൻ്റെ പത്രാധിപരാരായിരുന്നു? കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്തതാണ് അദ്ദേഹത്തിൻ്റെ അറബി മലയാളം മാസികയായിട്ടുള്ള അൽ ഇസ്ലാം. ഇത് രണ്ടും ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ അദ്ദേഹം ഉപദേശിച്ചു. ആത്മവിദ്യാസംഘം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെ. ആത്മവിദ്യാസംഘം എന്ന പ്രസ്ഥാനം ആരാണ് രൂപീകരിച്ചത്? വാഗ്ഭടാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് അഭിനവ കേരളം എന്ന മാസിക കേട്ടോ. അതിൻ്റെ മുഖപത്രമാണ് ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നത് കേട്ടോ. അഭിനവ കേരളത്തിൻ്റെ മുഖപത്രം ഏതാണ്? ആത്മവിദ്യാ കാഹളം. എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് അദ്ദേഹം വരുത്തിയത്? താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ അദ്ദേഹം പിന്തുണച്ചു. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. യുക്തിചിന്തയും വിമർശന ചിന്തയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആത്മവിദ്യാസംഘം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ്. അടുത്താണ് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നളാഗമങ്ങൾ. ഈ നളാഗമങ്ങൾ ഏത് ടൈപ്പ് ആണ് ചോദിക്കാം? അത് ചരിത്രമാണ് കേട്ടോ. ചരിത്രമാണ് നളാഗമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നളാഗമങ്ങൾ എന്ന് പറയുന്നത് ആരുടെ പ്രസിദ്ധീകരണമാണ്? മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മധ്യ കേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങളാണ് സ്ഥാപിച്ചത്. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായി അനാഥാലയങ്ങളും സ്ഥാപിച്ചു. 1846 കോട്ടയത്ത് മാന്നാനത്ത് എന്ത് ചെയ്തു? ഒരു സംസ്കൃത വിദ്യാലയം അദ്ദേഹം സ്ഥാപിച്ചു. പോയിന്റുകളൊക്കെ ഓർത്തിരിക്കണേ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെയാണ്? വി ടി ഭട്ടതിരിപ്പാടിൻ്റെയാണ്.
നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള അദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും അദ്ദേഹം ചെറുത്തു. നമ്മുടെ ഈ ലാസ്റ്റ് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ, ഞാനതിങ്ങ് എടുത്ത് ഒന്ന് ജോഡി ചെയ്ത് നോക്കിയേ. വീട്ടി ഭട്ടതിരിപ്പാട് ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. EMS ആണെങ്കിലോ 1.25 കോടി മലയാളികൾ. വാഗ്ഭടാനന്ദനാണെങ്കിലോ അഭിനവ കേരളം വൈകുണ്ഠസ്വാമികൾ അരുൾനൂൽ. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഇതൊക്കെ വളരെ സിമ്പിളാണ് അല്ലേ? നമുക്ക് ക്യാബിനറ്റ് മിഷനും മൗണ്ട് ബാറ്റൻ പദ്ധതിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി പോകാവേ. ക്യാബിനറ്റ് മിഷൻ വർഷം ഓർത്തിരിക്കണം, 1946 മാർച്ച്. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷനായിരുന്നു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ആരൊക്കെയായിരുന്നു? സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, AB അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ആരൊക്കെയായിരുന്നു? സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, AB അലക്സാണ്ടർ. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങളായിരുന്നു ഉൾപ്പെട്ട കമ്മീഷനായിരുന്നു എന്ത് എന്ന് പറയുന്നത്? ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അടുത്താണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. എന്നാണ്? 1947 ജൂൺ 3. 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൺ പദ്ധതി നിർമ്മിക്കുന്നത്. അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് എന്ത് എന്ന് പറയുന്നത്? മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുന്നത്. രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2ആയി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ നിർദ്ദേശിച്ചത് ഏത് പദ്ധതിയാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. അതെങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്? ഡിക്കി ബേർഡ് പ്ലാന്, അതുപോലെ തന്നെ ജൂൺ 3 പ്ലാന്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് കേട്ടോ. എന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്തു? ഇന്ത്യ സ്വതന്ത്രമായി. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1971 26-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് കേട്ടോ. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അത് നിർത്തലാക്കുന്നത് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത്. 1971 26-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ് കേട്ടോ. ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആരാണ്? ആചാര്യ വിനോബ ഭാവെ. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലമാണ് അല്ലേ? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിഴക്കൻ തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലം. ആദ്യം കിഴക്കൻ തീരസമതലം നോക്കാവേ. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. കിഴക്കൻ തീരസമതലം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താരതമ്യേന വീതി കൂടിയ ഈ സമതലത്തിന് 80 മുതൽ 160 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിനെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലത്തിന് എന്താണ്? വീതി കൂടുതലാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എപ്പോഴും വരാറ് അല്ലേ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റ പ്രദേശം ഈ തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ചോദിക്കാം, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ സൃഷ്ടിക്കുന്ന ഡെൽറ്റ പ്രദേശം ഏത് തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണ്? കിഴക്കൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന എവിടെയാണ്? കിഴക്കൻ തീരസമതലത്തിലാണ്. ഈ തീരസമതലങ്ങൾ കൊറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസ് എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കിഴക്കൻ തീരസമതലത്തിനെ 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? കൊറമാൻഡൽ തീരം എന്നും വടക്കൻ സിർക്കാർസ് എന്നും. കൊറമാൻഡൽ തീരം എവിടേക്കാണ് ഉൾപ്പെടുന്നത്? തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും ഉൾപ്പെടുന്നതാണ് കൊറമാൻഡൽ തീരം എന്ന് പറയുന്നത്. വടക്കൻ സിർക്കാർസ് ആണെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒറീസയുടെ തീരവും പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശവും ചേർന്നതാണ് വടക്കൻ സിർക്കാർസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 64 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങിയ തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്.
മനോഹരമായിട്ടുള്ള കായലുകളും അഴിമുഖങ്ങളും പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ പ്രത്യേകതയാണ്. പോയിന്റ് ഓർത്ത് വെച്ചേക്കണേ. മനോഹരമായിട്ടുള്ള കായലുകളും അഴിമുഖങ്ങളും ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അവിടെ ഏത് മൺസൂണിൻ്റെ പ്രഭാവമാണ് അനുഭവപ്പെടുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം, അതുപോലെ തന്നെ മലബാർ തീരം. ഗുജറാത്ത് തീരം എവിടെയൊക്കെയാണ്? ഗുജറാത്തിൻ്റെ തീരപ്രദേശമാണ്. കൊങ്കൺ ആണെങ്കിൽ മഹാരാഷ്ട്ര, ഗോവ, കർണാടകത്തിൻ്റെ വടക്കൻ തീരപ്രദേശം ഉൾപ്പെടുന്നതാണ് കൊങ്കൺ തീരം എന്ന് പറയുന്നത്. മലബാർ തീരമാണെങ്കിൽ കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരള തീരപ്രദേശവും ചേരുന്നതാണ് മലബാർ തീരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പദ്മനയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? പദ്മന. അഖിലത്തിരുട്ടമ്മാനെ, അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയത് ആരാണ്? ഈ 2 കൃതികളും ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഹരിഗോപാലനാണ് കേട്ടോ. അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഹരിഗോപാലനാണ്. രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം നടപ്പിലാക്കിയത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. പ്രീതി ഭോജനം നടപ്പിലാക്കുന്നത് ആരാണ്? വാഗ്ഭടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കവിത ഏതാണ്? സ്വതന്ത്ര ചിന്താമണിയാണ്. സ്വതന്ത്ര ചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുന്നത്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്? എത്രയാണ്? 6ആണ്. ആദ്യം എത്രയുണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രയുള്ളൂ? 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്. നമ്മുടെ 44-ാം അമെൻമെൻറ്റിലൂടെ എന്തൊഴിവാക്കി? സ്വത്തിനുള്ള അവകാശം എന്താക്കി? അതൊരു നിയമാവകാശമാക്കിയിട്ട് മാറ്റിയില്ലേ? 2012 കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള പോക്സോ നിയമം നിലവിൽ വരുന്നത് ഏത് അനുച്ഛേദം പ്രകാരമായിരുന്നു? 15 ക്ലോസ് 3 പ്രകാരമാണ് നമ്മുടെ പോക്സോ നിയമം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. 15 ക്ലോസ് 3. നമുക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. അത് ABC അങ്ങനെ തന്നെ നോക്കണേ. അങ്ങനെ വരുന്നുണ്ടത്. അപ്പോൾ 19(1)A എന്താണ് പറയുന്നത്? സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം B ആണ്. 19(1) ക്ലോസ് B ആണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സിയിൽ എന്താണ്? സംഘടനകൾ. സി സംഘടന എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. സി സംഘടന രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഡി എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം. അത് കഴിഞ്ഞിട്ട് ഈ എന്താണ്? ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ ഇന്ത്യ എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് കഴിഞ്ഞിട്ട് എഫ് നമുക്കറിയാം എന്തായിരുന്നു? സ്വത്തിനുള്ളതായിരുന്നു, എടുത്തൊഴിവാക്കി അല്ലേ? അടുത്തത് ജി, മാന്യമായ ഏത് തൊഴിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ജി ട്ടോ, മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. കുറ്റവാളികൾക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20 ക്ലോസ് 1 എന്താണ് പറയുന്നത്? മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 21(2) ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് 1-ലധികം തവണ ശിക്ഷിക്കുവാനോ വിചാരണ ചെയ്യുവാനോ പാടില്ല. ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്? ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തി അയാൾക്കെതിരായ തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല. ഈ ക്ലോസ് 1, 2, 3 അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പം അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, എടുത്താണ് ചോദിക്കുന്നത്. അപ്പോൾ അതും പഠിച്ചിരിക്കണേ. കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വയ്ക്കുവാൻ കഴിയും? എത്ര കാലം വരെ? 3 മാസം വരെയാണ് ഒരു കരുതൽ തടങ്കിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാണ്ട് തടവിൽ വയ്ക്കാൻ കഴിയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ്? സപ്രു കമ്മിറ്റിയുടെയാണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് സപ്രു കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ടാണ്. ഇനി നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് PYQ ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്?
സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, രാജ്യത്തിന് മുഴുവൻ ബാധകമായ ഏകീകൃതമായ ഒരു സിവിൽ നിയമ സംഹിത, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, ഐത്താചാര നിർമ്മാർജ്ജനം. ഏതാണ്? ഓപ്ഷൻ ഡി ഐത്താചാര നിർമ്മാർജ്ജനമാണ് അല്ലേ. അത് എന്തിൽ വരുന്നതാണ്? മൗലികാവകാശങ്ങളിൽ വരുന്നതാണ്. 17 ആർട്ടിക്കിൾ 17 ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. രാജ്യത്തിൻ്റെ പ്രതിരോധം, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, ചൂഷണത്തിനെതിരായുള്ള അവകാശം, പരിസ്ഥിതി സംരക്ഷണം. ഏതാണ്? 2ഉം 4ഉം ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസറെ. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം എന്നിവയാണ് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നത് അല്ലേ. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ് പെടാത്തത് കേട്ടോ. തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം എന്താണ്? 4ാം അധ്യായത്തിൽ വരുന്നതാണ്. സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലൊക്കെ എന്താണ്? മൗലികാവകാശങ്ങളാണ് അല്ലേ. ഇതിൽ ഈ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തത് ഏത് പെടുന്നൊക്കെ ചോദിച്ചാൽ ആ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് പഠിക്കണേ. 1939 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ രാജഭരണത്തിനെതിരെയും ജനകീയ ഭരണത്തിനു വേണ്ടിയും രൂപീകരിച്ച പ്രസ്ഥാനം ഏതാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണ്. 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണ് കൊച്ചി നാട്ടുരാജ്യത്തിൽ രാജഭരണത്തിനെതിരെയും ജനകീയ ഭരണത്തിന് വേണ്ടിയും രൂപീകരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത്. ആരൊക്കെയായിരുന്നു അതിൻ്റെ സ്ഥാപകര്? നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ മുതലായവരാണ് കേട്ടോ. നമ്മുടെ ഒന്ന് വന്നു, ഈ അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനെ കൂടെ അറിഞ്ഞിരിക്കുക, ജവഹർലാൽ നെഹ്റു ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നത് എന്നാണ്? 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമാകുന്നത് എന്നാണ്? 1938. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് കുന്നമംഗലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം നിലവിൽ വന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം എവിടെയാണ് നിലവിൽ വന്നത്? അത് 1984 കൊൽക്കത്തയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംവിധാനം എന്ന് നിലവിൽ വന്നു? 1984 കൊൽക്കത്തയിൽ. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിബായി. ഏതൊക്കെയാണ് മൃദുലോഹങ്ങൾ എന്ന് പറയുന്നത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായവയാണ് മൃദുലോഹങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ മൃദുലോഹങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ വളരെ തിളക്കമായിട്ടുള്ള ഒരു പ്രതലം രൂപപ്പെടും. അതിന് എന്ത് പേര് പറയുന്നത് നമ്മുടെ SCERT-ലൊക്കെ കൊടുക്കുന്നുണ്ട്? ലോഹദ്യുതി എന്നാണ് കേട്ടോ പറയുക. ലോഹദ്യുതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, ലോഹദ്യുതി. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവും. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകമാണ് ഫ്രാൻസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ അസ്ഥിര മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഫ്രാൻസിയമാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ ഏറ്റവും സ്ഥിര മൂലകം ഏതാണ്? സീസിയമാണ്. അസ്ഥിര മൂലകം ചോദിച്ചാൽ ഫ്രാൻസിയവും, സ്ഥിര മൂലകം ചോദിച്ചാൽ അതേതാണ്? സീസിയവുമാണ് കേട്ടോ. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയതും കുറഞ്ഞതുമാണ് ചോദിച്ചത്. കൂടിയതാണ് ചോദിച്ചത്. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. ഭാവിയുടെ ലോഹം ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം ഏതാണ്? ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം ഏതാണ്? ടൈറ്റാനിയമാണ്. അതിനെ എങ്ങനെയും കൂടെ അറിയപ്പെടുന്നു? അത്ഭുത ലോഹം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം. കൂടാതെ അത്ഭുത ലോഹം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ടൈറ്റാനിയമാണ്. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള ലോഹം ഏതാണ്? മെർക്കുറിയാണ്. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള ലോഹമാണ് മെർക്കുറി. പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹമാണ് പ്ലാറ്റിനം എന്ന് പറയുന്നത് കേട്ടോ. പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം ഏതാണ്? പ്ലാറ്റിനം ആണ്. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? യുറേനിയം. പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? യുറേനിയം ആണ്. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ് കേട്ടോ. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് ഏതാണ്? യുറേനിയം 235 ആണ്. ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൾഫർ ആണ്. ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? സൾഫർ. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ്? ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം അത് റെഡോൺ ആണ് കേട്ടോ.
ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏതാണ്? റെഡോൺ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹീലിയമാണ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകമാണെങ്കിൽ അത് ഫ്ലൂറിനാണ്. ഏറ്റവും ക്രിയാശീലം കൂടിയ മൂലകമാണെങ്കിൽ അതേതാണ്? ഫ്ലൂറിനാണ്. കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? അയഡിനാണ്. മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകമാണ് അയഡിൻ എന്ന് പറയുന്നത്. വായുവിൽ അടങ്ങിയിരിക്കുന്ന ഒരു അപൂർവ അലസവാതകമാണ് ആർഗൺ. വായുവിൽ അടങ്ങിയിരിക്കുന്ന ഒരു അപൂർവ അലസവാതകമാണ് ആർഗൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലജൻ ഏതാണ്? ഫ്ലൂറിനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലജൻ ഏതാണ്? ഫ്ലൂറിനാണ്. രണ്ടാമത്തെയാണ് അസ്റ്റാറ്റിൻ കേട്ടോ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ഹാലജനാണ് അസ്റ്റാറ്റിൻ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ഫ്ലൂറിനാണ്. 2028 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ഏതാണ്? UAE ആണ് കേട്ടോ. UAE ആണ് 2028 ആർട്ടിഫിഷ്യൽ AI ഉച്ചകോടിക്ക് കേട്ടോ. AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് UAE ആണ്. 2026 G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ആരായിരുന്നു? ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ്. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജനീവയാണ് കേട്ടോ. ജനീവയായിരുന്നു. അത് 2026 AI ഉച്ചകോടിക്ക് വേദിയായത് നമ്മുടെ ഇന്ത്യ ആയിരുന്നു. 2027 ആരാണ് വേദിയാകുന്നത്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണത് നടക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? മീററ്റ് മെട്രോയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ്? മീററ്റ് മെട്രോ. 2025 എഴുത്തച്ഛൻ അവാർഡ് ആരാണ് നേടിയത്? KG ശങ്കരപ്പിള്ള. 2025 വയലാർ അവാർഡ് സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് പുരസ്കാരം നേടിയിരിക്കുന്നത് കേട്ടോ. 2025 വയലാർ അവാർഡ് ആരാണ്? സന്തോഷ് കുമാറാണ്. തപോമയിയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ്. 2025 പത്മപ്രഭ പുരസ്കാരം ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ് ലഭിച്ചിരിക്കുന്നത്. 2025 പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 ജ്ഞാനപീഠ പുരസ്കാരം ആരാണ് നേടിയിരിക്കുന്നത്? R വൈരമുത്തുവാണ്. 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടിയിരിക്കുന്നത് R വൈരമുത്തുവാണ്. ഇന്ത്യയിലെ പരമോന്നത കായിക അവാർഡ് ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് കേട്ടോ. നമ്മളെ കേരളത്തിലെ ഏറ്റവും പരമോന്നത കായിക അവാർഡ് ഏതാണ്? GV രാജ സ്പോർട്സ് അവാർഡാണ് അല്ലേ. അതുപോലെ ഇന്ത്യയിലെ പരമോന്നത കായിക അവാർഡാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. രണ്ടാമത്തെ പരമോന്നത കായിക അവാർഡാണ് അർജുന അവാർഡ് കേട്ടോ. ആദ്യത്തേത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്, രണ്ടാമത്തേത് അർജുന അവാർഡാണ് കേട്ടോ. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത് കേട്ടോ. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്നതാണ് ദ്രോണാചാര്യ അവാർഡ്. കായിക രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്ക് നൽകുന്ന അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ് കേട്ടോ. കായിക രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്ക് നൽകുന്നത് ഏതാണ്? ധ്യാൻചന്ദ് അവാർഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ്? കൂടംകുളമാണ് കേട്ടോ. തമിഴ്നാട് സ്ഥിതി ചെയ്യുന്ന കൂടംകുളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ചോദിച്ചാൽ അത് താരാപൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഏതാണ്? താരാപൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ചോദിച്ചാൽ അത് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്ന കൂടംകുളമാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ നിലയം ഏതാണ്? അത് തമിഴ്നാടുള്ള കൽപ്പാക്കമാണ് കേട്ടോ. കൽപ്പാക്കമാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ നിലയം ഏതാണ്? കൽപ്പാക്കമാണ്. ഏറ്റവും വലുതാണ് കൂടംകുളം. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമാണ് താരാപൂര്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ നിലയമാണ് കൽപ്പാക്കം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രേ ചർച്ച ചെയ്തിട്ടുള്ളൂ. അറിയണമെന്നൊക്കെ വിടുക കേട്ടോ. അതിനൊന്നും സമയം കളയരുത്. ഇന്ന് നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല. അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. സ്പോട്ടിൽ തന്നെ പഠിച്ചിട്ട് പോവുക. പിന്നേക്ക് വെക്കരുത്. പിന്നെ കാണാമെന്നോ ഒന്നും വിചാരിക്കരുത്. എക്സാമിന് തലേ ദിവസം നോക്കാമെന്നോ അല്ലെങ്കിൽ എക്സാം ഹാളിലേക്ക് പോണ സമയത്ത് നോക്കാമെന്നോ ഒന്നും വിചാരിക്കരുത്. അപ്പോഴേക്ക് സ്പോട്ടിൽ പഠിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ എപ്പോഴും ചെയ്യുന്ന പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാവേ. താങ്ക്